ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ ഫ്രാങ്ക്ഫർട്ടിൽ കാർണിവൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പോവാണ്. ഇന്ന് അവിടുത്തെ ലാസ്റ്റ് ഡേ ആണ്. അതുമാത്രമല്ല, ഞങ്ങളുടെ കൂടെ പുതിയതായിട്ട് 2 പേര് കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ. ലാസ്റ്റ് ഒക്ടോബറിലാണ് ഞങ്ങൾ ഞങ്ങളുടെ ഇവിടുത്തെ ഫസ്റ്റ് കാർണിവൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒരുപാട് റൈഡുകളും നിറയെ ഫുഡൊക്കെ ആയിട്ട് ഒരു സൂപ്പർ കാർണിവൽ. ഈ റൈഡിൽ നിന്നാണ് ഞങ്ങൾ ഫസ്റ്റ് തുടങ്ങിയത്. സൈഡിൽ നിന്ന് എന്തൊക്കെയോ പറഞ്ഞ് ട്രോളി ചിരിക്കുന്നുണ്ട്, എന്താണാവോ. അവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും സിമ്പിൾ റൈഡ് ഇതായിരിക്കും എന്ന് കരുതിയാണ് കയറിയത്. പക്ഷെ സ്പീഡ് അങ്ങോട്ട് കൂടിക്കഴിഞ്ഞപ്പോൾ ഇറങ്ങി വരുന്ന ഞങ്ങളുടെയൊക്കെ മുഖം കണ്ടാൽ അറിയാം അവിടെ എന്താ സംഭവിച്ചതെന്ന്. അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് ചെന്നപ്പോഴാണ് ഇത് കാണുന്നത്. കാണുമ്പോൾ തന്നെ മിക്കവർക്കും മനസ്സിലാവുന്നത് എന്താ സംഭവം എന്ന്. ലുലു മോളിലൊക്കെ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട്. ഈ പുള്ളിക്കാരനാണ് ഞങ്ങൾ കണ്ടതിൽ ആ മിഷൻ ആകെ കംപ്ലീറ്റ് ചെയ്ത ഒരാൾ. അങ്ങനെ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇത് ട്രൈ ചെയ്യണമെന്ന് കരുതി കയറി. സംഭവം നമ്മൾ ഈ ഗണ്ണ് വെച്ചിട്ട് ആ വെള്ള റിങ് അടിച്ച് ആ കുപ്പിയുടെ മുകളിലേക്ക് ഇടണം. പക്ഷെ പുള്ളിക്കാരനടിച്ച നേരെ താഴെ പോവുക ചെയ്തത്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, ഹീസ് എ ഗുഡ് ഷൂട്ടർ. അങ്ങനെ ഞങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്തതിന് ശേഷം പ്രോത്സാഹന സമ്മാനമൊക്കെ വാങ്ങിക്കൊണ്ട് അടുത്ത റൈഡ് നോക്കി ഇറങ്ങി. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ചെന്നപ്പോഴാണ് ഞങ്ങൾ ഈ റൈഡ് കാണുന്നത്. ഇതിൻ്റെ ഹൈറ്റ് കണ്ടപ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചു, ഓക്കെ ഇതിൽ കയറുന്നില്ല. ഇതിൽ കയറാനുള്ള ധൈര്യം ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആരെങ്കിലും ഒപ്പം ഉണ്ടെങ്കിൽ കയറാന്നുള്ളൊരു മൈൻഡിലാണ് ജിനോ നിന്നത്. പക്ഷെ ആര് വരാൻ, ഇങ്ങനെ നിരാശയോടെ നോക്കി നിൽക്കുന്ന ജിനോനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോഴാണ് ഞാൻ ഈ കട ശ്രദ്ധിക്കുന്നത്. കണ്ടപ്പോൾ എനിക്ക് നാട്ടിലെ ഉത്സവപ്പറമ്പ് ഓർമ്മ വന്നത്. കാരണം ബലൂൺ മിഠായിയും പോപ്കോൺ ഇതൊക്കെ ആയിട്ടൊരു ഓച്ചറ വൈബായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതുപോലത്തെ സംഭവം എവിടെ കണ്ടാലും ഈ പുള്ളി വിടില്ലെന്ന് തോന്നണം. അങ്ങനെ രണ്ടാമത്തെ ബലൂണും പൊട്ടിച്ച് കപ്പ് ഞാൻ കാണുന്ന വിശ്വസിച്ചിരുന്നപ്പോഴാണ് മൂന്നാമത്തെ മിസ്സായത്. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലായി ഞങ്ങൾ നേരെ പുള്ളിയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങി. പോണ വഴിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയത് ബാനോഫിനടുത്തുള്ള രുചിയിലാണ്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 9:50 ഒക്കെ ആയി. കട ക്ലോസ് ചെയ്യാറായതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പാഴ്സലാണ് കിട്ടിയത്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഇന്നത്തെ ഡേ ക്ലോസ് ചെയ്തു.